കളിച്ചൊരു വർണ്ണങ്ങൾ, ഒത്തിരി 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 സ്വപ്നങ്ങൾ, പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ, കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചേക്കേറാം, ഉറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നീരാടാം, ഒത്തിരി 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 സ്വപ്നങ്ങൾ, പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. പാർവണ, അടിപൊളിയായിരുന്നു. നല്ല സോങ് സെലക്ഷൻ, പക്ഷെ നല്ല കട്ടിയുള്ള സ്വരങ്ങൾ അല്ലേ? ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ഇങ്ങനെ സ്വരങ്ങൾ പാടിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? ഇത് വല്ലാത്തൊരു ചലഞ്ചായി പോയില്ലേ? കുഴപ്പമില്ല അല്ലേ? ചോദിക്കാം നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു. ചേച്ചി, നമ്മുടെ പാർവണ കുട്ടിക്ക് ഇത് വെറും നിസ്സാരം അതാണ് പറഞ്ഞത്. പക്ഷെ നല്ല രസമായിരുന്നു സ്വരം. ഇച്ചിരി കഷ്ടപ്പെട്ടു, പക്ഷെ എന്നാലും കേൾക്കാൻ സുഖമുണ്ടായിരുന്നു. അതാരാ ഹെൽപ്പ് ചെയ്തേ? ഗ്രൂമേഴ്സ്. ഓക്കെ. എനിക്ക് തോന്നിയൊരു കാര്യം, വേണ്ടായിരുന്നു. പറഞ്ഞു തീരട്ടെ. തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാട്ട് ഹാപ്പി പാട്ടല്ലേ? കുറച്ച് ഒരു പിടിക്കോ ഒരു വിഷമം പോലെ ഒരു സ്മൈൽ. സ്റ്റാർട്ടിംഗ് ലൈൻ തന്നെ ഒത്തിരി പാടിപ്പോ ഒത്തിരി വെറുതെ പഠിക്കേ. ഒത്തിരി 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 സ്വപ്നങ്ങൾ, ഒത്തിരി 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 സ്വപ്നങ്ങൾ,
പൂഞ്ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. കുറച്ചുകൂടി ഇങ്ങനെ ആക്കി വെച്ച് ബ്രൈറ്റ് ടോൺ കിട്ടും. അതുകൊണ്ടാ ഒന്ന് ചിരിച്ച് കുറച്ചുകൂടി പാടിക്കോ ചിരിച്ച്. ചേച്ചി, കാണിച്ചു കൊടുക്ക്. ഒത്തിരി 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 സ്വപ്നങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പിന്നെ അനുപല്ലവിയിലാണെങ്കിലും അനുപല്ലവി ലൈന് മാരിവില്ലിലൊരു പാട്ടിൻ ശ്രുതി വെറുതെ മീട്ടാം. മാരിവില്ലൊരു പാട്ടിൽ ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതൊക്കെ എന്താ പറയുക, ആ ഒരു എൻഹാൻസ് ചെയ്യും, ആ ഒരു ഫീലിങ് ഹാപ്പിയാണ്. പാട്ട് അത് മോളും കൂടി ചിരിച്ച് വരുമ്പോൾ അല്ലേ ആ ഒരു ടോൺ തന്നെ ബ്രൈറ്റ് ആവും. അപ്പോൾ അത് വലിയ വ്യത്യാസം വരും. കാരണം അത് ഹാപ്പി സോങ് ആണ്. അല്ല എവിടെയൊക്കെ ഒരു വിഷാദം എന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, അത് നെക്സ്റ്റ് ടൈം. പക്ഷെ അഫ്കോഴ്സ് പാർവണക്കുട്ടിക്ക് പക്ഷേ നമ്മുടെ പാർവണക്കുട്ടിക്ക് ഇത് വെറും നിസ്സാരം. ഇതിനെക്കാട്ടും സൂപ്പറായിട്ട് പാടാൻ പറ്റും എന്തായാലും അല്ലേ. ഓക്കെ, താങ്ക് യു ചേച്ചി. ഇനി ശരത് എം സർ. മക്കളെ, മക്കൾക്ക് ഇതൊക്കെ നിസ്സാരം. മോളെ, എടാ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് ചിരിയാണ്. മോള് ചിരിച്ചു പാടിയ എന്ത് രസമായിരിക്കും, നല്ല സുഖമായിരിക്കടാ. അത് ശരിക്കും അറിഞ്ഞൂടെ നിനക്ക് വണ്ടർഫുൾ സ്മൈലല്ലേ മോ. പിന്നെ എന്ത് രസാ നീ ചിരിക്കുന്ന കാണാൻ. പിന്നെ ഈ കുഞ്ഞു കിനാവുകൾ ഒന്ന് പാടാമോ? കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചേക്കേറാം. ആ, അതെപ്പോഴും അവിടെ അതൊക്കെ അന്ന് തന്നെ കേൾക്കണമെങ്കിൽ അതിനൊരു ഗുമ്മുള്ളു. അവിടെയൊക്കെ മോക്കൊരു തളർച്ചയായിരുന്നു. ആ രാഗവേണുവിൻ ഒന്ന് വൃത്തിയായിട്ട് പാടാമോ? ആ, രാഗവേണുവിൽ ഏതോ സ്വരമധുരം തിരയാം. ആ സ്വര സ്വ സ്വര. ആ, നമ്മളത് സ്വര എന്ന് കേൾക്കുന്നു. സ്വ കേട്ടോ, അത് കൃത്യമാക്കിക്കൊള്ളുക. ഇല്ല ശരത്തിന് ദേഷ്യം വരും, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. ഒരു കാറ്റിന് അതും കൂടെ പാടിക്കോ. ഒരു കാറ്റിൻ ചിറകേറി പതേ പാറാം. മധു തേടും വണ്ടായി മൂളി ആ ആ, അത് മക്കളെ അതെ, എപ്പോഴും വരണം ആ സംഗതി കേട്ടോ. വല്ലപ്പോഴും അല്ല, കള്ളന്മാർ വരുന്നോണോ അല്ല സംഗതി വരേണ്ടത്. എപ്പോഴും വരണം, ഏത് സമയത്തും പാടി. നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളല്ലേ, അപ്പം നിങ്ങളുടെയൊക്കെ തൊണ്ട ഇങ്ങനെ അവരുടെ കത്തി ജ്വലിച്ച് നിൽക്കണം. എപ്പോൾ പാടിയാലും വരണം. ഒന്ന് പാടാമോ 2 ലൈൻ കൃത്യമായിട്ട്? ഒരു കാറ്റിൻ ചിറകേറി പതേ പാറാം. മധു തേടും വണ്ടായി മൂളി ആ, ഗുഡ് മോളെ, ഗുഡ്. ഇപ്പഴേ ചിരിക്കുന്നില്ല, വലിയ സീരിയസ് ആ നീ. എന്തിനാണ് മക്കളെ ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്? എന്താ നീ ഇത്ര സീരിയസ് ആയി പോയേ? ആ സ്വരം പാടൂ. പാപ പാപ പപ പാപ സസ സസരി ഗമ ഗപ മഗരി. ആ, പാപ പാപ പപ പാപ സസ സസരി ഗമ ഗരി സ. ആ, പാപ പാപ ആ മകളെ റിപ്പീറ്റ് വേണ്ടടാ. സരി ഗമ പ സ സനി നി സരി സമര സനി ധനി ദ പ. ഓ, സരി ഗമ പ സ പ പ സനി നി സ സരി നി ധനി ദ പ. പ പ സ സനി സ ധനി പ ധ മ പ ധനി ധ സനി നി ധനി പ ധ മ പ ഗ മ പ ധ പ ധ ധ പ ധ മ പ ഗ. ഗുഡ് മോളെ, ഗുഡ്. ചാലഞ്ച് അക്സെപ്റ്റഡ്. ആ, അല്ല ഇതിപ്പോ സ്വരം പാടുമ്പോൾ ചിരിച്ചിരുന്നാലും കുഴപ്പമില്ല, സ്വരം പാടിയാൽ മതി. പക്ഷെ ലിറിക്ക് പാടുമ്പോൾ അത് നമ്മള് ആ വികാരം മോൾ ഇങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ മോള് ചിരിക്കണം മോളെ കേട്ടോ. വേറൊന്നുമില്ല മുത്തേ. ഓക്കെ, ചേട്ടാ. ഹലോ, പാർവണയും പാർവതിയും നല്ല കോമ്പിനേഷൻ. യെസ്, ഗുഡ് കോംബോ. അതെ മോളെ, ഐ ലൈക്ഡ് നിന്റെ വോയിസ് ടോൺ, പെർഫോമൻസ് ആൻഡ് പെർഫെക്ഷൻ. എക്സെപ്റ്റ് ഈ ഒരു 2 ഹൈ പോകുമ്പോൾ ചെറിയൊരു പ്രോബ്ലം. പതിയെ പാറാം ആൻഡ് തൊടിയിൽ അവിടെ മാത്രമേ പ്രോബ്ലം ഉള്ളൂ. അല്ലെങ്കിൽ യു കുഡ് ചിരിച്ച് പാടാം. പാടിക്കൂടെ? നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ ഇതൊക്കെ മറക്കുക. ഞങ്ങളിവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ഒക്കെ മറക്കുക കേട്ടോ. ജസ്റ്റ് പാട്ട് മാത്രം, അത് മാത്രം മതി. മനസ്സിൽ സന്തുഷ്ടയായി പാടുക, ഹാപ്പി, അത് പോരെ. ബാക്കിയല്ല ഇല്ലേ, ഞാനുണ്ട്, വോയിസ് ഉണ്ട്, ഭാവമുണ്ട്, താളമുണ്ട്. സന്തുഷ്ടമായിക്കോ മക്കളെ പോയി കേട്ടോ. സന്തോഷമായിട്ട് പാടുക, മറ്റെല്ലാം മറക്കുക.
പാട്ട് മാത്രം ഓർക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. Thank you very ചേട്ടാ. ശരി, സർ. ഈ പറഞ്ഞ മോളുടെ പേര് പാർവണത്തിൻ്റെ അർത്ഥം അറിയോ നമ്മളെ? വെളുത്തവാവെന്ന. അപ്പം അതുപോലെ ഇരിക്കണം പാടുമ്പോൾ. വെളുത്തവാവ് പോലെ പൂർണ്ണമായി അങ്ങനെ പ്രകാശിതയായിട്ട് നിൽക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ പാട്ട്. സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഒത്തിരി 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 സ്വപ്നമാണ്. എത്ര വേണേൽ നമുക്ക് കാണാം. കാര്യം ടാക്സ് കൊടുക്കണ്ട, GST ഇല്ല, GST ഇല്ല, ഒരു പ്രശ്നം. എന്ത് വേണേ കാണാം. ഇതിനകത്ത് ഗിരീഷ് കണ്ടിരിക്കുന്ന സ്വപ്നങ്ങളൊക്കെ വല്ലാത്ത സ്വപ്നങ്ങളാണ്. അനുരാഗ വേണുവിൽ പോയിട്ട് ഇതേ ഇരിക്കുന്ന സാധനം. വേണു വേറെ സ്വരം ഉണ്ടോയെന്ന്, 7 സ്വരം ഉണ്ട് എന്നറിയാം. പക്ഷേ വേറെ എന്തെങ്കിലും സ്വരം ഉണ്ടോയെന്ന് സ്വപ്നം കാണുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ മരുഭൂമിയിൽ പോയിട്ട് ഒരിക്കലും പിന്നെ മഴ പെയ്യാത്ത മരുഭൂമി പോയിട്ട് മഴയായിട്ട് മാറാമെന്ന്, ജീവിതം അങ്ങനെ ആക്കാമെന്ന്. അങ്ങനെ വല്ലാത്ത സ്വപ്നങ്ങൾ കണ്ട ഒരാളാണ് പിന്നെ ഗിരീഷ്. ഇതിൻ്റെ എനിക്ക് ചരണത്തിലാ സ്വരങ്ങൾ വന്ന കാരണം അതിനകത്തും വലിയൊരു കാര്യമുണ്ട്. ഒരു വാക്ക് പോയാൽ, ഒരു നോക്ക് പോയാൽ കൊഴിയാതെ കൊഴിയും ഈ ജീവിതം. സ്വപ്നം കാണാൻ നമുക്ക് സ്വപ്നത്തിലേക്ക് തീർന്നില്ല. വയലാറിൻ്റെ ഏറ്റവും അവസാനത്തെ പാട്ട് സ്വപ്നത്തിനോട് യാത്ര പറയുകയാണ്. അതിനകത്ത് പറയുന്നുണ്ട്, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. അതിനകത്ത് സ്വപ്നങ്ങളുണ്ടോ? വേറെ എങ്ങും സ്വപ്നമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ മാക്സിമം സ്വപ്നം കാണാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലമാണ് ഈ ഭൂമി. വേറെ വല്ലയിടത്തും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ശരത് അതിന്റെ ഒരു 4 വരി പാടോ പ്ലീസ്? ഇത്രയും വലിയ ആൾക്കാർ ശരത്തിന്റെ അതൊരു വികാരം കാണും. അതെ അതെ, പ്ലീസ്. അല്ല, അതല്ല, മറ്റേ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. അല്ലേ? അമ്മയുടെ ശൈശവ സ്വപ്നങ്ങളിൽ നമ്മൾ മൺപാവകളായിരുന്നു. നിങ്ങളെ കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കൂലേ, അമ്മയായിട്ട് നമ്മൾ അഭിനയിക്കൂലേ. അത് അമ്മയുടെ സ്വപ്നം. അമ്മയാകാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ സ്വപ്നം അത്. അമ്മയുടെ യൗവന സ്വപ്നങ്ങളിൽ നമ്മൾ ബ്രഹ്മാനന്ദമായിരുന്നു. ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ആനന്ദം എന്നുള്ളത് അച്ഛന് പോലും അറിയാൻ പറ്റില്ല. അത്ര വലിയ ആനന്ദമാണ്. അത് അമ്മയുടെ സ്വപ്നമാണ്. അപ്പോൾ സ്വപ്നം കാണുമ്പോൾ ഇഷ്ടം പോലെ ഒരു മതിൽക്കെട്ടും ഇല്ലാണ്ട് സ്വപ്നം കാണുക. അങ്ങനെ വരുമ്പോൾ ചിരിയൊക്കെ വരും മുഖത്ത്. അപ്പോൾ അത് കാണുമ്പം ഈ പറഞ്ഞ പോലെ നന്നായി വെളുത്തവാവ് പോലെ പേരിന് അർത്ഥം കിട്ടുന്ന രീതിയിൽ തന്നെ ചിരിച്ച് പാടുക. അങ്ങനെയുള്ള പാട്ട് വരുമ്പോൾ മക്കൾക്ക് അറിയാം ഈ സ്വപ്നങ്ങൾ എന്നുള്ള പാട്ട് അറിയാമോ? വൈ മക്കൾ ഇതൊക്കെ അറിയണ്ടേടാ? കേട്ടിട്ടുണ്ട്, പക്ഷെ അറിയില്ല, പാടാനൊന്നും അറിയില്ല. വൈ യു ടെൽ മീ ദ റീസൺ. നമ്മളൊരു നല്ലത് കേട്ട ഉടനെ പഠിക്കണ്ടേ? പാടിത്തരോ? അത് എടി എന്തോന്നെനിക്ക് അസ്ഥാനത്ത്. ഷിനു നമ്പ്യാരെ, നിന്റെ കൈകൾ ഫ്രീ ആണെങ്കിൽ ഒരു ഞെക്കിയൊക്കെ ഞാൻ നോക്കട്ടെ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ദൈവങ്ങളില്ല, മനുഷ്യരില്ല, പിന്നെ ജീവിത ചൈതന്യമില്ല. സൗന്ദര്യ സങ്കൽപ്പ ശില്പങ്ങളില്ല, സൗഗന്ധിക പൂക്കളില്ല. സ്വപ്നങ്ങൾ ശില്പികൾ തീർത്ത ഇല്ലാതെ ചിത്രം എഴുതുന്നു നിങ്ങൾ. ശില്പികൾ തീർത്ത ചുമരുകളില്ലാതെ ചിത്രമെഴുതുന്നു നിങ്ങൾ. 700 വർണ്ണങ്ങളാൽ എത്ര വാർമഴവില്ലുകൾ തീർത്തു. കണ്ണുനീർ ചാലിച്ചെഴുതുന്നു, മായ്ക്കുന്നു വർണ്ണവിധാനങ്ങൾ നിങ്ങൾ. വർണ്ണവിധാനങ്ങൾ നിങ്ങൾ. സ്വപ്നങ്ങൾ
ഒരു കോമ്പസിഷൻ. ഇതാണ് പാട്ടിന്റെ കിങ്കോങ്ങിന് കിട്ടില്ലേ പഴയ കിങ്കോങ്. ഇത് പാട്ടിന്റെ കിങ്കോങ്, ഇത് പാട്ടിന്റെ കിങ്കോങ് കീറി ഉണങ്ങിയത്. അല്ല നിങ്ങൾ ഈ രണ്ട് ശരത്തുമാർ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാ? പിന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓണപ്പാട്ട് ഞങ്ങൾ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ശരത്ത് എന്റെ തോളിലൊക്കെ കയറി ഇരുന്നിട്ട് ഭയങ്കര ഭീകര അഭിനയമായിരുന്നു. നല്ല രസമായിരുന്നു. അഫ്സലും ഞാനും ശരത്തും ചേർന്ന്. ഓക്കെ. അല്ല ശരത്ത് ഇതിന്റെ ആ ഇന്ദ്രനീലം കൊണ്ട് അതൊക്കെ നിങ്ങൾ അത് ഞാനിത് പാടിയോണ്ട് എനിക്ക് അത് ഒരു വികാരം. എടാ ഷിനു വന്നിയക്കടാ അതും കൂടെ പാടിയൊക്കെ എന്താ കാര്യം ഇത്രയായി. ഇന്ദ്രനീലം കൊണ്ടു മാനത്തു തീർത്തൊരു ഗന്ധർവരാജാങ്കണത്തിൽ ചന്ദ്രിക പൊൻതാഴിക കുടം ചാർത്തുന്ന ഗന്ധർവരാജാങ്കണത്തിൽ അപ്സര കന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ നിങ്ങൾ സ്വർഗത്തിൽ നിന്നും വിരുന്നു വരാറുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ ചിത്രശലഭങ്ങൾ നിങ്ങൾ സ്വപ്നങ്ങൾ. അത് പാടുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത അതാ ഞാൻ പാടിപ്പോയത്. ശരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ശരത്തെ ക്ഷമിക്കണം, വാക്കിനെ ഭേദിച്ചോട് ഞാൻ പാടി. മക്കളെ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയണ്ട. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ ചരണത്തിന് ഈ ഒരു ചലഞ്ച് നല്ലതാണ് കേട്ടോ. ഞാനിത് കേട്ടിട്ടില്ല ഇങ്ങനെ ചലഞ്ച് ആദ്യമായിട്ടൊരു മത്സരത്തിൽ ഇങ്ങനെ കൊണ്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഈ സ്വരങ്ങള് അതൊരു വലിയൊരു കാര്യമായി അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു വാക്കിനകത്ത് എത്ര സ്വരങ്ങൾ കയറുന്നുണ്ടെന്നുള്ളത്. നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ 2 അക്ഷരേ കാണുള്ളൂ, പക്ഷെ അതിനകത്ത് എത്ര സ്വരങ്ങൾ കയറ്റി വിടുന്നു എന്നുള്ളത് ഉള്ള തിരിച്ചറിവാണ് ഈ ഒരു ചലഞ്ച് റൗണ്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ പാഠം. വണ്ടർഫുൾ. അത് വലിയൊരു സത്യം കേട്ടോ. അതിന് നന്ദി. ഈ ഒരു റൗണ്ട് ഉൾപ്പെടുത്തിയതിൽ നന്ദിയുണ്ട് കേട്ടോ. കാര്യം സംഗീതം എന്താന്ന് കുറച്ചെങ്കിലും ഒന്ന് നുണയാമല്ലോ. ഓക്കെ പാർവണ, ഇനി മാർക്സ് ചോദിക്കാം. ചേട്ടാ. പാർവണ 8.75. പക്ഷെ 8.25 ഒരു രസം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറ. ചേട്ടാ 8.25. ഓക്കെ. ശരത് എം സർ 8.5 മോളെ. Okay, so total 17.25. Thank you. Okay, all the best.